ആമയിഴഞ്ചാൻ തോട്ടിൽ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ വീണുപോയ മാരായമുട്ടത്തെ ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മൃതദേഹം അല്പം മുമ്പ് കണ്ടെത്തിയെന്ന് പ്രേക്ഷകർ അറിയപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. തിരുവനന്തപുരത്തേക്ക് ഷെബീദ് റാവുത്തർക്കൊപ്പമാണ് ആര്യ രാജേന്ദ്രൻ ഉള്ളത്. പറയൂ ഷെബീദ് റാവുത്തർ. SK, അതായത് നമുക്ക് ഈ മെഡിക്കൽ കോളേജിലേക്ക് ജോയിയുടെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് മെഡിക്കൽ കോളേജിലേക്ക് ജോയിയുടെ മൃതദേഹം എത്തിച്ചത്. ഇവിടെ സബ് കളക്ടർ അടക്കമുള്ള ആളുകൾ, അതേപോലെ തന്നെ മേയർ ആര്യ രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 48 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇദ്ദേഹമാണ് ഈ മൃതദേഹം, ഈ ശുചീകരണ തൊഴിലാണ് ഈ മൃതദേഹം ആദ്യമായി കണ്ടെത്തിയത്. ചേട്ടാ, ഈ നമ്മുടെ ഈ റൊട്ടീൻ ഇതിനെതിരെ ഇടയായിരുന്നു ഈ കണ്ടത്? ഈ റൊട്ടീനായിട്ട് ചേട്ടൻ ജോലിക്ക് പോകുന്നതിനിടെയാണോ കണ്ടത്? സാറിന്റെ ജയിച്ചിലും നിർദ്ദിഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ നോക്കി വന്നപ്പോൾ വെള്ളത്തിന്റെ മീത് അങ്ങനെ കമന്നിടണം. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെ സാറുമാരെ അറിയിച്ച്, സാറിനോട് ബാക്കി അറിയിച്ച്, അപ്പോൾ ബോഡിയിൽ നിന്ന് നമുക്ക് ഇതായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാറിനെ വിളിച്ച് അറിയിച്ച്, സാറ് വന്ന് ഇതാക്കി അങ്ങനെ അറിയിച്ചു. കമന്ന നിലയിലായിരുന്നു കിടന്നത്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം എന്ന് പറയുന്നത്. അതായത് ഈ ശുചീകരണ തൊഴിലാളിയാണ്, ഇദ്ദേഹമാണ് ആദ്യമായി ആമയിഴഞ്ചാൻ തോട് നിന്ന് ഇത് ഒഴുകിപ്പോയി കുറച്ച് അകലെയുള്ള സ്ഥലത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബോഡി ആദ്യം കണ്ടത്. അതിനുശേഷമാണ് ഈ ബോഡി റിക്കവർ ചെയ്യാൻ കഴിഞ്ഞതും. ഇപ്പോൾ സബ് കളക്ടർ അടക്കമുള്ള ആളുകളുണ്ട്, കളക്ടർ അടക്കം ഈ പരിസരത്തുണ്ട്. മേയർ അല്പസമയത്തിനുള്ളിൽ നമ്മളോട് സംസാരിക്കും. ഒരു 48 മണിക്കൂർ നീണ്ട ശ്രമഫലങ്ങൾക്കൊടുവിലാണ് ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടിക്രമങ്ങൾ എങ്ങനെയെന്നുള്ളത് കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുകയാണ്. മേയർ, ഈ ഒരു 48 മണിക്കൂർ നീണ്ട പരിശ്രമമായിരുന്നു, ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്, തൊട്ടടുത്താണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ വേണം. അത് അവരുടെ കുടുംബം എത്തിയതിനു ശേഷം നടത്തേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രി നമ്മൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു മഴ ഇങ്ങനെ ശക്തമായി പെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ഒബ്സർവേഷൻ ടീമിനെ ഈ പവർ ഹൗസ് റോഡിന്റെ അവിടെ വരുന്ന ഓപ്പണിംഗിലും നഗരസഭയുടെ വാർഡുകളിലൂടെ കടന്നു പോകുന്ന ഭാഗങ്ങളിലെല്ലാം നഗരസഭാ ജീവനക്കാരെ നമ്മൾ രാത്രി ചുമതലപ്പെടുത്തിയിരുന്നു. രാവിലെ എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒഴുകിപ്പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല, അത് പരിശോധിക്കണമെന്ന്. അങ്ങനെ നഗരസഭയുടെ 2 ശുചീകരണ തൊഴിലാളികളാണ്, കണ്ടീജന്റ് സ്റ്റാഫാണ് രാവിലെ ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ HIമാർക്കും JHIമാർക്കും നേരത്തെ നമ്മൾ ഡയറക്ഷൻ കൊടുത്തിരുന്നു. അങ്ങനെ 2 പേരുടെ പരിശോധനയിലാണ് ഇത് കാണുന്നത്. അപ്പോൾ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ അറിയിച്ചു. ചെയർപേഴ്സണും സെക്രട്ടറിയും സ്ഥലത്തെത്തി ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തി. നമുക്കിനി ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം വരണം. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രി വളരെ വൈകിയും നമ്മുടെ എല്ലാ മനസ്സിലുള്ള പ്രതീക്ഷ അദ്ദേഹത്തെ ജീവനോടുകൂടി തിരിച്ച് കണ്ടെത്താൻ കഴിയണം എന്നുള്ളതാണ്. കാരണം അത്രയും എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഓരോ ആളുകളുടെ പേരും എടുത്തു പറയണം, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂബ ടീം. നമുക്കറിയാം, പലപ്പോഴും ഈ മാലിന്യം നിറഞ്ഞ ഭാഗത്തേക്ക് നോക്കാൻ പോലും പലരും മടിക്കുമ്പോൾ, തൊടാനെന്നല്ല നോക്കാൻ പോലും പലരും മടിക്കുമ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ മറ്റൊരു ജീവന് വേണ്ടി ഇടപെടാൻ അവർക്ക് സാധിച്ചു എന്ന് പറയുന്നത് എത്ര നന്ദി പറഞ്ഞാലും അത് മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. സാധാരണ നമ്മൾ പറയും നഗരസഭയ്ക്ക് അല്ലെങ്കിൽ നഗരസഭയുടെ ശുചീകരണ ജീവനക്കാർക്ക് മാത്രമാണ് മാലിന്യ സംസ്കരണ രംഗത്ത് ഇടപെടാൻ കഴിയുന്നതെന്ന് പറയുമ്പോൾ അതിനൊക്കെ അപ്പുറം ഒരു പൊതുബോധം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം അതിനുശേഷം ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ, അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നഗരസഭ ശക്തമായി അതിനകത്ത് കൂടുതൽ ഇടപെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ അടക്കം അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്? ഇതിനോടകം തന്നെ ഈ മൃതദേഹം കണ്ടെടുത്ത കാര്യം അടക്കം അറിയിച്ചിട്ടുണ്ട്? ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്? അറിയിച്ചു. ബന്ധുക്കൾ ഇങ്ങോട്ട് എത്തിച്ചേരാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും അടക്കമുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതാണ് മേയർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം. അതായത് ഇനിയുള്ളത് ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സാണ്, അത് സാധാരണ നടപടിക്രമമാണ്. വിവരങ്ങൾ നൽകിയത് മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തി എന്നാണ് ഷെബീദ് റിപ്പോർട്ട് ചെയ്യുന്നത്.